ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഒരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 300 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. എല്ലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് തന്നെ കുറച്ച് വലുതാണ്, ഇതിനേക്കാളും ചെറിയ പീസായിട്ട്. കാരണം നമ്മൾ മൈദപ്പൊടിയിലും കോൺഫ്ലവറെല്ലാം മുക്കി ഫ്രൈ ചെയ്തിട്ടാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചെറിയ പീസാവുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 കപ്പ് മൈദപ്പൊടി, 1 കോഴിമുട്ട എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒരുപാട് കൂടരുത്, നോക്കിയിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാ ചിക്കൻ പീസും ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ചിക്കനിൽ മസാല എല്ലാം പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കുവാനായിട്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കുവാനുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കവും കൂടി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഓരോ ടേബിൾ സ്പൂൺ, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് എന്നിവ വേണം. ഇനി നമുക്ക് സോസുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണം, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ വേണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, എങ്കിലേ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വേവുകയുള്ളൂ. ഇനി ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം, എങ്കിലേ ഉള്ളു വേവുകയുള്ളൂ. ഇവിടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. കോരി മാറ്റി വെക്കുക. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി അതേപോലെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും വേവിച്ചിട്ട് കോരിയെടുക്കുക. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സവാളയും ക്യാപ്സിക്കും ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക.
ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് താളുവാനായിട്ട് വെക്കണം. ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഗ്രേവിക്ക് വേണ്ടിയിട്ട്. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തിക്കാകും. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും ഗ്രേവി ഒന്നും ഒരുപാട് ഉണ്ടാവില്ല. അത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും തന്നെ ഇതൊന്ന് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. സോസിലെല്ലാം ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അല്പം ഉപ്പിട്ട് കൊടുത്താൽ തന്നെ മതിയാകും. നമ്മുടെ ചില്ലി ചിക്കൻ ഇപ്പോൾ ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ചില്ലി ചിക്കൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഗ്രേവി വളരെ കുറവാണ്. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് അല്പം കൂടി വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചില്ലി ചിക്കൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.